ഞാൻ ഷാൻ്റെ അടുത്ത് പറയാമായിരുന്നു, എനിക്ക് അവനെ വലിയ ഇഷ്ടമാണ്. എപ്പം കണ്ടാലും ആ സ്നേഹവും. പിന്നെ ഇപ്പം മെലിഞ്ഞിപ്പോൾ ഏതായിരുന്നു ചിക്ക് ബുക്ക്, ആ ഫിലിമിന്റെ പേരാണ് ടിക്കി ടക്ക. ടിക്കി ടക്ക. അത് എന്റെ മനസ്സിൽ അങ്ങനെ നമ്മള് ചെന്നൈന്ന് ലാസ്റ്റ് കണ്ടത് ഒരു റെസ്റ്റോറന്റിന്റെ പുറത്തല്ലേ ഇടാ. അതെ. ഇപ്പൊ അങ്ങനെ ഒന്നും പോവാൻ പറ്റുന്നില്ല, മെലിയണം. എന്തായാലും കണ്ടതിൽ കുറേ സന്തോഷം. പുതിയ ഫിലിം എല്ലാം ഞാൻ കാണുന്നുണ്ട്, ഞാൻ ഫാമിലിയോടെ പോയി കാണുന്നുണ്ട്. വെരി ഗുഡ്. ഇപ്പൊ അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അതുള്ളത് കാര്യം പറയാമല്ലോ. ഓക്കെ ഷാനിക്ക. ഹായ് ഷാൻ. എനിക്ക് ആസിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ആക്ച്വലി ഞങ്ങളൊക്കെ ഒരുമിച്ച് ഫീൽഡിൽ വന്ന ആളുകളാണ്. ഒരു സമയത്ത് ആസി ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ടി വിയിൽ ആൽബംസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് നമ്മുടെ രണ്ടുപേരുടെയും ഓൾമോസ്റ്റ് ഫസ്റ്റ് മൂവീസ് റിലീസാവുന്നത് ഒരുമിച്ചാണ്. ഒരു സമയത്ത് മലർവാടി ഇറങ്ങുമ്പോൾ ഇപ്പുറത്ത് ഋതു ഇറങ്ങുന്നു. അപ്പോൾ അങ്ങനെ എനിക്കും നമ്മുടെ ജേണി മോർ ഓർ ലെസ് സിമിലർ ആയിരുന്നു. അത് ഒരുമിച്ച് വന്നത് കുഞ്ഞൽതോലായിരുന്നു. അതെ. ആൻഡ് ദാറ്റ് വാസ് വൺ ബ്യൂട്ടിഫുൾ മൂവി. ആൻഡ് ഞാൻ പറഞ്ഞില്ല, അത് ആ ഒരു അത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയം. എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എവിടെ വെച്ചാണോ നിർത്തിയത് അവിടുന്ന് തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസി, സോ പ്രൗഡ് ഓഫ് യു മാൻ. സോ പ്രൗഡ് ഓഫ് ഓൾ ദ മൂവീസ് ദാറ്റ് യു ഡൂയിങ്, യുവർ വർക്ക്, എവറിത്തിങ്. And welcome to Superstar Grand Finale. Thank you. Thank you for coming, man. മഞ്ജരി ചേച്ചി. ആസിഫ്, നമ്മള് പല വേദികളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഐ തിങ്ക് സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു ഫാമിലിയിൽ കുറച്ചു നേരം ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോവാം. സോ ഐ എം റിയലി എക്സൈറ്റഡ്. അത് മാത്രമല്ല, യു ഹാവ് എ വണ്ടർഫുൾ വോയിസ്. ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ആസിഫിന്റെ വോയിസ് ഇസ് ഫാന്റാസ്റ്റിക്. അത് മൂവീസിൽ കൊടുക്കുന്ന വോയിസ്, ഡബിങ്ങിലായാലും നിങ്ങളുടെ വോയിസ് സിംഗിങ്ങിലായാലും ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ഞാനൊരു വോയിസിൻ്റെ ഫാനാണ്. അപ്പം ഞാൻ എനിക്ക് ഫസ്റ്റ് എൻ്റെ ശ്രദ്ധ പോകുന്നത് ഒരാളുടെ വോയിസിലേക്കാണ്. അപ്പം യു ഹാവ് എ ഫാന്റാസ്റ്റിക് വോയിസ്. അപ്പം ഇന്ന് പാട്ടും കൂടെ പാടിയപ്പോഴത്തേക്ക് അതിമധുരമായിരുന്നു. സൂപ്പർ. അല്ല, ആസിഫ് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. അപ്പം യു ലുക്ക് വെരി ഹാൻസം. അത് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അല്ല കുഞ്ഞാപ്പു ചേട്ടാ, എന്താ കുഞ്ഞാപ്പു, വാട്ട് ഇസ് ദിസ് കോക്കനട്ട് വാട്ടർ? അതാണ് രണ്ട് ചെവിയുള്ള 2 സ്ട്രോ എന്തിനാ? ഞാൻ അയ്യോ, എന്ത് വൃത്തിയാടായിരിക്കും കുഞ്ഞാപ്പു. അതിന് ഈ പഞ്ചായത്തിന്റെ വേറെ പരിപാടിയാണ്. ഒന്നുമില്ല. എന്റെ പഞ്ചായത്തിന്റെ ഏരിയയിൽ വന്നിട്ടാണ് നിങ്ങൾ ഈ പരിപാടി നടത്തിയത്. എന്നോട് ചോദിച്ചിട്ടില്ല. ഞാനാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കുഞ്ഞാപ്പു. ഞാൻ പരിചയപ്പെടാൻ കാത്തിരിക്കരുത്. ഭയങ്കര സന്തോഷം. അപ്പൊ താങ്കൾ പോലും പറയാതെ താങ്കൾ ഞങ്ങൾ ഈ തോന്നിയാസക്കരക്കാരുടെ കരിക്ക് വിപണന കേന്ദ്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറിയിരിക്കുകയാണ്. താങ്ക്സ്. അല്ല കുഞ്ഞാപ്പു, അത് ആസിയോടൊന്ന് ചോദിക്കേ. ഇല്ല, അങ്ങനെയല്ലല്ലോ അത്. അപ്പൊ നമുക്ക് എനിക്കിതിൽ പങ്കില്ല. എന്നോട് ഒന്ന് ചോദിച്ചപ്പോ ഞാൻ അടുത്ത് ചോദിക്കണം, അല്ലാണ്ട് അത് ഒരാട് അനുവാദം ഇല്ലാതെ ഇത് മര്യാദ അല്ലേ? ഇത് ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. പൈസ എല്ലാം കൊടുത്തോ? ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ തോന്നിയാസക്കരയുടെ കരിക്ക് വിപണന കേന്ദ്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രശസ്ത സിനിമാ താരം, സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ, അടിപൊളി നടൻ ആയ ആസിഫ് അലിയെ ഔപചാരികമായി തെരഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ ഈ അനുരാഗ കരിക്കും വെള്ളം കുടിച്ചുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു. അല്ല, ഈ 2 സ്ട്രോ എന്താ? അനുരാഗ കരിക്കും വെള്ളം അഭി കുടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്ട്രോ ആർക്കായിരിക്കും? ആസിഫേ, ഒന്ന് കുടിക്കാനും ഒന്ന് തുപ്പാനും. അല്ല, ഒരു സ്ട്രോ അബിക്ക്. അപ്പൊ ഈ അനുരാഗ കരിക്കും വെള്ളത്തിന്റെ രണ്ടാമത്തെ സ്ട്രോ ആർക്കായിരിക്കും? എലിസബത്ത് എവിടെ? എലിസബത്ത് എലി. ഇതാണോ സ്ഥലത്തെ എലിയെ പുകച്ച് പുറത്തേടിക്കുന്നത്? വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ. താങ്ക് യു സോ മച്ച് പാർവതി. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് പുതിയ? ഹാപ്പി ഓണം ആദ്യം തന്നെ എല്ലാവർക്കും.
ഹാപ്പി ഓണം. യെസ്, ഹാപ്പി ഓണം. ഭയങ്കര സന്തോഷമുണ്ട് ഓണത്തിന്റെ ദിവസം ഇന്നിവിടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം സൂപ്പർ സ്റ്റാറിന്റെ ഇവിടെ വരാൻ സാധിച്ചതിൽ ആൻഡ് വിത്ത് ആസിഫ് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ. ചേച്ചി ഇവിടെ ഒരു കരിക്ക് അതിന് കുറച്ച് നേരെ നോക്കിയിരിക്കണം. എന്താ വലിയ പുകച്ച് പുറത്തേ അടിക്കാൻ മാത്രമല്ല ഒരു തേങ്ങ തരുന്നുണ്ട്. പറയൂ കുഞ്ഞാപ്പ ചേട്ടാ. അപ്പൊ ഈ അനുരാഗ കരിക്കും വെള്ളം കുടിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അതൊന്ന് നിർവഹിക്കണം. അപ്പൊ എന്താ ഞങ്ങൾക്ക് എന്ത് നിർവഹിക്കണം? അല്ല സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് ആസിഫിക്ക് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അവരെടുത്തു. ഇളനീരിന്റെയോ? ആ തേങ്ങയുടെ കരിക്ക് സംഘടനാ കേന്ദ്രം ഞങ്ങളെ കരിക്ക് സംഘടനയോ? തോന്നിയ കമ്മിറ്റി. അപ്പൊ ഇത് എനിക്ക് എന്ത് ഗുണമുണ്ടാവും ഞാൻ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയാൽ? അത് പറ. ആ, അത് മെയിൻ ആണ്. എന്താണ് ഞങ്ങൾക്ക് എന്താ കിട്ടുക? ചാവൂല. അല്ല സാമ്പത്തിക ലാഭം അങ്ങനെ അതൊക്കെ പറ. സാമ്പത്തിക ലാഭമുണ്ട്. എന്നെ കൂടെ കൂട്ടാം, പാർട്ട്ണറാക്കാം, ഷെയർ തരും, ഷെയർ തരാം. ഓക്കെ. പോവാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് അഭിനയിക്കാം. അതേത് സ്ഥലം? തെങ്ങിന്റെ വെള്ള കുഴപ്പമില്ല, ഇത് നല്ലൊരു കാര്യത്തിനല്ലേ. അതെ 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 പ്ലീസ്. പാവല്ലേ ആസിഫ്? ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇനി ഇങ്ങനെ ഇല്ല, ഞങ്ങളുടെ പഞ്ചായത്തിൽ വെച്ച ഈ പരിപാടി അതുകൊണ്ടാ ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. അവസാനിച്ച്. കുഴപ്പമില്ലല്ലോ. ഇല്ല, ഗ്രാൻഡ് ഫിനാലെ ഫിനാലെ ഫിനാലെ, ഫിനാലെ. ഒരു എലിയുടെ കൂടെ ആദ്യമായി ഒരാൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി അത് ചെക്ക് ചെയ്തതാ കേട്ടോ. ഓ, super. Thank you. താങ്ക് യു. കാണാം. കുഞ്ഞാപ്പ ചേട്ടാ കിട്ടേണ്ട കിട്ടിയല്ലോ. കിട്ടി. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇനി ശല്യം ഉണ്ടാക്കരുത്. ഒരിക്കലും ഇല്ല. പരിപാടി ഇവിടെ നടത്തിക്കോട്ടെ. വേറെ മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ, ഒരു മാറ്റമില്ല. ഇപ്പൊ ഒരു കുറവില്ല. കുടിച്ചിട്ട് വേറെ പ്രശ്നം തോന്നണല്ലോ. ഇല്ലല്ലോ. അങ്ങനെ ചോദിക്കും എനിക്കൊരു ടെൻഷൻ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ. Superstar.